എല്ലാ പ്രിയ വീട്ടുകാർക്കും നമസ്കാരം. റൊമേഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡൽഹിയിലാണുള്ളത്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇലക്ട്രിക് ട്രക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അത് ഓയിലർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. നമുക്ക് ഇവിടെ നമ്മുടെ നാടുകളിലൊന്നും കണ്ടിട്ടില്ല. നോർത്ത് ഇന്ത്യയിലാണ് ഇവർ കൂടുതൽ വാഹനങ്ങളുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അഡാസ് ഫീച്ചേഴ്സ് അവതരിപ്പിച്ച് വന്നിരിക്കുന്ന ഒരു പിക്കപ്പ് ട്രക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പിക്കപ്പ് ട്രക്കിനകത്ത് കുറച്ചധികം അഡാസ് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് അറിയാം, കൂടുതൽ ഈ വാഹനം നമുക്ക് ചെറുകിട വ്യവസായികളാണ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. കൂടുതലായിട്ട് നമുക്ക് കാർഗോയുടെ ട്രാൻസ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പെട്ടിയോട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാം. വീട്ടിലേക്ക് കുറച്ച് മണലോ സിമെൻറ്റോ കൊണ്ടുവരാനൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇത് കൊമേഴ്ഷ്യൽ ആവശ്യങ്ങളിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് എക്കണോമിക്കലി ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ഇലക്ട്രിക്കിലേക്ക് ആൾക്കാർ പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഇലക്ട്രിക്കലായിട്ട് വരുന്ന ട്രക്കുകൾ വളരെ കുറവാണ്. ചില ബ്രാൻഡുകൾക്ക് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ടാറ്റയുടെ എയ്സ് മാജിക്കിലൊക്കെ ഒരു ഈ പറയുന്ന പോലെ EV വാഹനങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ ആണെങ്കിൽ നല്ല ഡിമാൻഡുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്കാണ് ഇവർ ഈ ഒരു ട്രക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ട്രക്കിലേക്ക് വരുന്ന സമയത്ത് ഈ ഓയിലർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഊളർ എന്നാണ് വായിക്കുന്നതെങ്കിലും ഓയിലർ എന്നാണ് ഇവർ ഇതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് 2 ടൈപ്പ് ഓഫ് ട്രക്സ് ആണുള്ളത്. രണ്ടും പ്രോട്ടോടൈപ്പാണ് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. പ്രൊഡക്ഷനിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ടോട്ടലി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 റേഞ്ചിലാണ് ഇവർ വാഹനങ്ങൾ ഓഫർ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു ബാറ്ററി വാഹനമാകുന്ന സമയത്ത് നമ്മൾ ഒരു സിംഗിൾ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുന്നതൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചാർജിൽ തന്നെ 140 കിലോമീറ്റർ പോകാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റും, അതുപോലെ തന്നെ ലോങ് റേഞ്ച് ആയിട്ട്, അതായത് ഒറ്റ ചാർജിൽ തന്നെ 200 കിലോമീറ്റർ പോകാൻ പറ്റുന്ന ഒരു ലോങ് റേഞ്ച് വാഹനം, ഇങ്ങനെ 2 വാഹനങ്ങളാണുള്ളത്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം, ഒരു പിക്കപ്പ് ട്രക്ക് വരുന്ന സമയത്ത് ഫ്ലാറ്റ് ബെഡ് ആയിട്ട് വരുന്ന ട്രക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഹൈഡെക്കാണ്, അങ്ങനത്തെ ട്രക്കുകളുണ്ട്. ഡെലിവറി വാൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ഇവർക്കുണ്ട്. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിന് ശേഷം ബോഡി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കെട്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ലുക്ക് വൈസും ഡിസൈൻ വൈസും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്കിലുള്ളൊരു വാഹനമാണ്. നിങ്ങൾക്കത് ഫ്രെയിമിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നീറ്ററായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിനകത്ത് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് അഡാസ് ഫീച്ചേഴ്സ് എനേബിൾ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡാസ് ലെവൽ എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ നമ്മുടെ കാറുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ലെവൽ 2 അഡാസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ലെവൽ 0 അഡാസ് ആണ്. അതായത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നൈറ്റ് വിഷൻ അസിസ്റ്റ് ആണ്. അതായത് നമുക്ക് നോർമലി നമ്മുടെ വീടുകളിൽ CCTV ഉണ്ടെങ്കിൽ ഇരുട്ടത്താണെങ്കിൽ പോലും CCTV ആ ഒരു ഇൻഫ്രാറെഡ് കൊണ്ട് അവിടെയുള്ള പരിസര പ്രദേശം നമുക്ക് കാണാവുന്ന രീതിയിലേക്ക് ആക്കി തരും. അതേപോലെ സംവിധാനം ഇവിടെയുണ്ട്. അതായത് നമ്മളൊരു ദുർഘടമായിട്ടുള്ള ഒരു പ്രദേശത്തേക്കൊക്കെ പോകുന്ന സമയത്ത്, രാത്രി പോകുന്ന സമയത്ത് നമുക്ക് ഒരു കാഴ്ചയ്ക്ക് കുറവുള്ളൊരു സമയത്ത്, അല്ലെങ്കിൽ വിസിബിലിറ്റി കുറവുള്ള സമയത്താണെങ്കിൽ ഈ ക്യാമറ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ വാഹനത്തിനകത്ത് ഈ കൊളിഷൻ ഡിറ്റക്ഷൻ, അതായത് നമ്മൾ വാഹനം ആക്സിഡൻറ്റ് ആകാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ, ഫ്രണ്ടിലുള്ള വാഹനത്തിന് ഡിസ്റ്റൻസ് കുറഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബീപ്പ് ബീപ്പ് എന്നുള്ളൊരു സൗണ്ട്, ഒരു കൊളിഷൻ ഡിറ്റക്ഷൻ അലാറം കൊടുത്തിട്ട് നമുക്ക് ഡ്രൈവേഴ്സിനെ അലർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇതിനകത്തൊരു ആപ്പ് ഉണ്ട്, ഷെപ്പേഡ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാമറ ലൈവ് ട്രാക്കിംഗ് CCTV പോലെ നമുക്ക് പ്രവർത്തിപ്പിക്കാനും പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഈ ക്യാമറയുടെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഗ്ലാസ് ഏരിയ നമുക്ക് കാണാൻ 2 വൈപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂളർ എന്ന് പറഞ്ഞ ബ്രാൻഡിംഗ് ആണ്. യൂളർ എന്നല്ല, ഓയിലർ എന്നായിട്ടാണ് ഈ സംഭവം വായിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് വാഹനത്തിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തോന്നുന്ന രീതിയിലൊക്കെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ 2 ലൈറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഹാലജൻ്റെ യൂണിറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് വരുന്ന സമയത്ത് ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അവിടെ ആ ഒരു ഭാഗമൊക്കെ ബ്ലാക്ക് കളറിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ആയതുകൊണ്ടായിരിക്കും ചില പാനൽ ഗ്യാപ്സും ഫില്ലിങ്സും ഒക്കെ ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്തു വരുന്ന സമയത്ത് നല്ലതായിരിക്കും. ഓൾറെഡി ഇത് 2021 ഉള്ളൊരു ബ്രാൻഡ്, ഒരു 3 വീലർ ഓട്ടോ ആയിട്ടാണ് ഇവർ മെയിനായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇവർക്കായിട്ടുണ്ട്. നമ്മുടെ നാടുകളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇപ്പം പാൻ ഇന്ത്യ ലെവലിലേക്ക് ഈ വാഹനത്തെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഇതുപോലൊരു വലിയ ലോഞ്ച് ക്രമീകരിക്കുകയും ഇന്ത്യയുടെ പല ഭാഗത്തുള്ള നമ്മളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് പോകാം. സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇതിപ്പം ഈ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അഡാസ് എന്നുള്ള ഒരു മാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ അഡാസ് ഫീച്ചർ ഇവർക്കാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഈ ഒരു മോഡലിൻ്റെ പേര് സ്റ്റോം EV എന്നാണ്. സ്റ്റോം EVയുടെ സ്റ്റാൻഡേർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോട്ട് ട്രിമിലേക്ക് വന്നു കഴിഞ്ഞാൽ പവേർഡ് ബൈ ARC റിയാക്ടർ 200 എന്നുള്ള ഒരു സ്റ്റിക്കറിംഗ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. 30 കിലോവാട്ടിൻ്റെ ബാറ്ററി. അതുപോലെ തന്നെ ഇത് ലിക്വിഡ് കൂൾഡ് ആയിട്ട് വരുന്നൊരു ബാറ്ററി. അതിൻ്റെയാണ് ലിക്വിഡ് കൂളിങ്ങിൻ്റെ ടെക്നോളജിക്കാണ് ആർക്ക് റിയാക്ടർ 200 എന്ന് പറയുന്നത്. അപ്പം ഈ ബാറ്ററി ചൂടാകാതെ തന്നെ പെട്ടെന്ന് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടും, ബാറ്ററിയുടെ ലൈഫ് കൂട്ടുമെന്ന് പറയുന്നത്. ഇതിനകത്ത് ലിഥിയം അയൺ ബാറ്ററി ഇവരുടെ കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ബാറ്ററീസാണ് ഇവർ ഈ വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല പവറുള്ള വാഹനമായിട്ടാണ് ഇവർ പറയുന്നത്. 30 കിലോവാട്ട്, അതുപോലെ തന്നെ 140 Nm ടോർക്കാണ് വാഹനത്തിൻ്റെ ഒരു ഡെലിവറി എന്ന് പറയുന്നത്, ഒരു പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ടയേഴ്സിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് നമുക്ക് ഇതിൻ്റെ ഷാസിയെക്കുറിച്ച് ആദ്യം പറയാം. ഷാസിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹെവി ഡ്യൂട്ടി ആയിട്ട് വരുന്ന ഷാസിയുള്ള വാഹനമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 2.5 mm തിക്നെസ് വരുന്ന ഒരു ഷാസിയാണ് വരുന്നത്. പക്ഷേ ആർമേഡ് എന്ന് പറയുന്ന
ഇതിൻ്റെ കൂടിയ ഒരു മെറ്റീരിയൽ അല്ല ഒരു വകഭേദത്തിലേക്ക് വരുന്ന സമയത്ത് 4.5 mm ഷാസി വരും. അതായത് കുറച്ചുകൂടെ ഹെവി ലോഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1250 കിലോയാണ്. ഈ വാഹനം 1250 കിലോ ചുമന്നുകൊണ്ട് കയറ്റങ്ങളൊക്കെ കയറും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത് പറയാം 165 R14 ആണ് വരുന്നത്. ഈ ഒരു ടയർ സൈസ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് വേറെ അലോയ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനത്തെ വണ്ടികൾ അങ്ങനെയൊന്നും വരത്തില്ലല്ലോ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പരാബോളിക്കായിട്ട് വരുന്ന സസ്പെൻഷനാണ്. ഈ വാഹനത്തിനകത്ത് ലീഫാണ് വന്നിരിക്കുന്നത്. പരാബോളിക്കായിട്ട് വരുന്ന ലീഫുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ അഡീഷണലി നമുക്ക് ഈ പറയുന്ന സ്ട്രറ്റും കൊടുത്തിട്ടുണ്ട്. അതേ ഈ ടെലസ്കോപ്പിക്കായിട്ട് വരുന്ന സ്ട്രറ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാസിയൊക്കെ നല്ല ബലവത്തായിട്ടുള്ള ഷാസിയാണ്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിൻ്റെ കാര്യത്തിൽ മാത്രം ചെറിയ ചെറിയ ഒരു ഫ്ലോസ് ഉണ്ട്. അതിപ്പം പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യായിരിക്കും. പിന്നെ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഇതുണ്ട്, നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്കൊരു ഫാസ്റ്റ് DC ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് DC ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. DC ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ് കൊണ്ട് 100 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യാം. 3.3 കിലോവാട്ടിൻ്റെ ഒരു ചാർജർ ഉപയോഗിക്കാം. അതുപോലെ 6.6ൻ്റെ ചാർജർ ഉപയോഗിക്കാം. അപ്പോൾ 4.5 മണിക്കൂറും അതുപോലെ തന്നെ 6 മണിക്കൂർ യഥേഷ്ടം നമുക്ക് വീട്ടിലിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു വാഹനം കൂടെയാണ് ഈ പറയുന്നത് സ്റ്റോം EV എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഇതൊരു 8 അടിയാണ് ഈ ഒരു പെട്ടിയുടെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ 10 അടിയുടെ ബോക്സ് ഉള്ള വാഹനങ്ങൾ നമുക്കുണ്ട്. അതായത് ലോങ് ചെസിസ് വരുന്ന വാഹനം നമുക്കുണ്ട്. അപ്പോൾ ഹൈഡെക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിലെ ടയേഴ്സ് കാണാനായിട്ട് പറ്റും. ഇവിടെ എന്ന് പറഞ്ഞാൽ സെമി ഇലക്ട്രിക്കലായിട്ട് വരുന്ന സസ്പെൻഷൻ ബാക്കിൽ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡോറുകളും ഈ ഒരു ട്രെയിൻ ഡോറുകളൊക്കെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് കണ്ടോ കുറേ വെള്ളവും കാര്യങ്ങളൊക്കെ ഫുള്ളി ലോഡഡ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ വെറുതെ അല്ല, ഇതിനകത്ത് വെള്ളം നിറച്ചിട്ടുള്ള ജാറുകൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 19 എണ്ണ അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല 1250 കിലോയാണ് ഇവർക്ക് പേലോഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓൾറെഡി ഇതിനകത്ത് നമുക്ക് ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോക്സ് ഡിസൈൻ തന്നെ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് ഇത് ഏറ്റവും താഴെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതും LED ആയിട്ട് വരുന്ന ലൈറ്റ്സ് ആണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരാം. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇപ്രദേശത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എക്സ്ട്രാ ആയിട്ട് വരുന്ന ബാറ്ററി കാണാം. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് ഏറ്റവും താഴെയാണ്. നേരത്തെ പറഞ്ഞത് 30 കിലോവാട്ടാണ് വരുന്നത്. IP67 റേറ്റഡ് ആണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇവർ ലേസർ വെൽഡിംഗ് ഉപയോഗിക്കുന്നതുകൊണ്ട് വാഹനത്തിനകത്ത് ബാറ്ററിക്കകത്ത് വെള്ളം കയറുക ഡാമേജ് ആകത്തില്ലെന്നൊക്കെയാണ് ഇവർ ഓൾറെഡി പറയുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ പുറമേ എന്നുള്ള ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇന്ത്യയിൽ നോക്കുമ്പോൾ ഡോർ പാനൽ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ പിക്കപ്പ് ട്രക്ക് ഈ ഒരു വകഭേദത്തിൽ വരുന്ന എല്ലാ വാഹനങ്ങളുടെയും ഒരു ഡോറിൻ്റെ ക്വാളിറ്റിയൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് പൊതുവേ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വൈൻഡേഴ്സ് ഉണ്ട്. നമുക്ക് ഗ്ലാസ് ഒക്കെ കയറണമെന്നുണ്ടെങ്കിൽ വൈൻഡ് ചെയ്ത് തന്നെ നമുക്ക് കയറ്റേണ്ടി വരും. അപ്പോൾ വാഹനത്തിൻ്റെ സീറ്റുകളാണ് നമ്മൾ കാണുന്നത്. ഡ്രൈവർ +1 ആണ് വരുന്നത്. അത്യാവശ്യം വീതിയുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ വെക്കാനായിട്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെയാണ്. അതിനകത്ത് ഹോണൊക്കെ അവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ നോർമലി ഉള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നിങ്ങളിതിൻ്റെ ക്യാബിൻ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു നീറ്റർ ആയിട്ടുള്ള ഒരു ക്യാബിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് AC ഉള്ളൊരു വേരിയൻറ്റും കൂടെ വരുന്നുണ്ട്. നമുക്ക് ഈ പറയുന്ന ഡ്രൈവേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു AC ക്യാബിനും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷം രൂപയ്ക്കാണ്. 8 ലക്ഷം രൂപയ്ക്കാണ് ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ 13 ലക്ഷം രൂപയാണ് വിലയെന്ന് പറയുന്നത്. വാറണ്ടിയെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയൊക്കെയാണ് ഏറ്റവും കോസ്റ്റ്ലി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവർ പറയുന്ന ഒരു വാറണ്ടി 5 വർഷം അല്ല 1.5 ലക്ഷം കിലോമീറ്ററാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. 7 വർഷവും അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അധികം താമസിയാതെ തന്നെ ഇവരും കേരളത്തിലേക്കൊക്കെ ഇവർ ഡീലർഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നാട്ടുകളിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ കോമ്പറ്റീറ്റീവ് വാഹനങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് എൻ്റെ ഒരു പൊതുവായിട്ടുള്ള അവലോകനം പറയുകയാണെങ്കിൽ ഇവർ പറയുന്ന ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കാൻ നല്ലതാണ്. കുറച്ചുകൂടെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴത്തേന് ഈ പറഞ്ഞ ഫിറ്റ് ആൻഡ് ഫിനിഷ് പാനൽ ഗ്യാപ്സ് ഒക്കെ ഫില്ല് ചെയ്ത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഗംഭീര വിജയമായിട്ട് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം ഒമേഷോ.